സോദരഗണമേ വരുവിൻ നിങ്ങൾ വേഗം. തിരിതെളിയും ബലിപീഠം, അതിലുയരും പരിമളവും. ഇത് സ്വീകാര്യമായൊരു സമയം, ഇത് സ്വർഗീയ സുന്ദര നിമിഷം. കാഴ്ചയടയ്ക്കാൻ കൈകളിലേന്തുക ജീവിത സൂനങ്ങൾ, ആക്കരതാരിൽ നൽകുക നിങ്ങളുടെ ജീവിത ഭാരങ്ങൾ. കാഴ്ചയടയ്ക്കാൻ കൈകളിലേന്തുക ജീവിത സൂനങ്ങൾ, ആക്കരതാരിൽ നൽകുക നിങ്ങളുടെ ജീവിത ഭാരങ്ങൾ. അവയെല്ലാം നാഥൻ അറിവോടെ വാങ്ങും, അറിവേറും സ്നേഹത്താൽ തഴുകിയച്ചിടും. അവയെല്ലാം നാഥൻ ബോധമോടെ വാങ്ങും, അറിവേറും സ്നേഹത്താൽ തഴുകിയണച്ചിടും. സ്നേഹത്തിൻ തിരുബലിയിൽ പങ്കുചേരാ സോദരഗണമേ വരുവിൻ നിങ്ങൾ വേഗം. തിരിതെളിയും ബലിപീഠം, അതിലുയരും പരിമളവും. ഇത് സ്വീകാര്യമായൊരു സമയം, ഇത് സ്വർഗീയ സുന്ദര നിമിഷം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. ആത്മാവോടുകൂടെ. ക്രിസ്തുവിൽ പ്രിയമുള്ള സിസ്റ്റേഴ്സ്, പ്രിയ സഹോദരി സഹോദരന്മാരെ, യേശുനാഥന്റെ കാൽവരി യാഗം ഈ അൾത്താരയിൽ അർപ്പിച്ചുകൊണ്ട് ദൈവത്തിന് പരമമായ ആരാധനയും സ്തുതിയും നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ ബലിയർപ്പണം അവിടത്തേക്ക് സ്വീകാര്യമാകുവാൻ നമ്മുടെ പാപങ്ങൾ ഓർത്ത് മനസ്തപിക്കാം. ഇന്നത്തെ ബലിയിൽ ജന്മദിനം ആഘോഷിക്കുന്ന ആറാട്ടുകുളങ്ങര ജോളി കർത്താവായ ദൈവത്തിന് നന്ദി സമർപ്പിക്കുന്നു. ഒപ്പം നമ്മൾ ഇന്ന് വേർപിരിഞ്ഞു പോയ പ്രിയ സഹോദരർ ജേക്കബ് ഡാനി പൊന്നമ്പരിക്കൽ, സണ്ണി ജോസഫ് കരിങ്ങാട്ട്, മേരി അഗസ്റ്റിൻ കട്ടിക്കാട്ട് എന്നിവരുടെ ആത്മശാന്തിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണം. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യ ജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കനിയണമേ.
നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, നക്ഷത്രത്തിൻ്റെ മാർഗനിർദ്ദേശത്താൽ വെളിപ്പെടുത്തപ്പെട്ട ലോകരക്ഷകന്റെ ജനനം ഞങ്ങളുടെ മനസ്സിൽ എന്നും വെളിപ്പെടാനും വളരാനും ഇടയാക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുള്ളണമേ. ആമേൻ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനത്തിൽ നിന്ന് 5-ാം അധ്യായം 5 മുതൽ 13 വരെയുള്ള തിരുവചനങ്ങൾ. വാത്സല്യമുള്ളവരെ, യേശു ദൈവപുത്രനാണെന്ന് വിശ്വസിക്കുന്നവനല്ലാതെ മറ്റാരാണ് ലോകത്തെ ജയിക്കുന്നത്? ജലത്താലും രക്തത്താലും വന്നവൻ ഇവനാണ്, യേശു ക്രിസ്തു. ജലത്താൽ മാത്രമല്ല, ജലത്താലും രക്തത്താലുമാണ് അവൻ വന്നത്. ആത്മാവാണ് സാക്ഷ്യം നൽകുന്നത്. ആത്മാവ് സത്യമാണ്. 3 സാക്ഷികളാണുള്ളത്: ആത്മാവ്, ജലം, രക്തം. ഇവ 3ഉം ഒരേ സാക്ഷ്യം നൽകുന്നു. മനുഷ്യരുടെ സാക്ഷ്യം നാം സ്വീകരിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ സാക്ഷ്യം അതിനേക്കാൾ ശ്രേഷ്ഠമാണ്. ഇതാണ് തൻ്റെ പുത്രനെക്കുറിച്ച് ദൈവം നൽകിയിരിക്കുന്ന സാക്ഷ്യം. ദൈവപുത്രനിൽ വിശ്വസിക്കുന്നവന് അവനിൽ തന്നെ സാക്ഷ്യമുണ്ട്. ദൈവത്തെ വിശ്വസിക്കാത്തവൻ ദൈവം തൻ്റെ പുത്രനെക്കുറിച്ച് നൽകിയ സാക്ഷ്യം വിശ്വസിക്കായ്ക കൊണ്ട് അവിടത്തെ കള്ളം പറയുന്നവനാക്കി തീർക്കുന്നു. ഇതാണ് ആ സാക്ഷ്യം. ദൈവം നമുക്ക് നിത്യജീവൻ നൽകി. ഈ ജീവൻ അവിടത്തെ പുത്രനിലാണ്. പുത്രനെ സ്വന്തമാക്കിയവൻ ജീവനെ സ്വന്തമാക്കിയിരിക്കുന്നു. ദൈവപുത്രനെ സ്വന്തമാക്കാത്തവന് ജീവനില്ല. ഞാൻ ഇവയെല്ലാം എഴുതിയത് ദൈവപുത്രന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് നിത്യജീവനുണ്ട് എന്ന് നിങ്ങൾ അറിയേണ്ടതിനാണ്. കർത്താവിന്റെ വചനം. ദൈവത്തിന് നന്ദി. പ്രതിവചന സങ്കീർത്തനം. ജെറുസലേമേ, കർത്താവിനെ സ്തുതിക്കുക. ജെറുസലേമേ, ജെറുസലേമേ, കർത്താവിനെ സ്തുതിക്കുക. കർത്താവിനെ സ്തുതിക്കുക. ജെറുസലേമേ, കർത്താവിനെ സ്തുതിക്കുക. സിയോനെ, നിന്റെ ദൈവത്തെ പുകഴ്ത്തുക. നിന്റെ കവാടങ്ങളുടെ ഓടാമ്പലുകൾ അവിടുന്ന് ബലപ്പെടുത്തുന്നു. നിന്റെ കോട്ടയ്ക്കുള്ളിലെ മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കുന്നു. ജെറുസലേമേ, ജെറുസലേമേ, കർത്താവിനെ കർത്താവിനെ സ്തുതിക്കുക. സ്തുതിക്കുക. അവിടുന്ന് നിന്റെ അതിർത്തികളിൽ സമാധാനം സ്ഥാപിക്കുന്നു. അവിടുന്ന് വിശിഷ്ടമായ ഗോതമ്പ് കൊണ്ട് നിന്നെ തൃപ്തയാക്കുന്നു. അവിടുന്ന് ഭൂമിയിലേക്ക് കൽപ്പന അയക്കുന്നു. അവിടുത്തെ വചനം പാഞ്ഞു വരുന്നു. ജെറുസലേമേ, ജെറുസലേമേ, കർത്താവിനെ സ്തുതിക്കുക. കർത്താവിനെ സ്തുതിക്കുക. അവിടുന്ന് യാക്കോബിന് തന്റെ കൽപ്പനയും ഇസ്രായേലിന് തന്റെ ചട്ടങ്ങളും പ്രമാണങ്ങളും വെളിപ്പെടുത്തുന്നു. മറ്റൊരു ജനതയ്ക്ക് വേണ്ടിയും അവിടുന്ന് ഇങ്ങനെ ചെയ്തിട്ടില്ല. അവിടുത്തെ പ്രമാണങ്ങൾ അവർക്ക് അജ്ഞാതമാണ്. ജെറുസലേമേ, ജെറുസലേമേ, കർത്താവിനെ സ്തുതിക്കുക. കർത്താവിനെ സ്തുതിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കുകയും ജനങ്ങളുടെ എല്ലാ രോഗങ്ങളും സുഖപ്പെടുത്തുകയും ചെയ്തു. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോട് കൂടെ. ആത്മാവോടും കൂടെ. ലൂക്ക എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു ഒരു പട്ടണത്തിലായിരിക്കുമ്പോൾ ഒരു കുഷ്ഠരോഗി വന്ന് അവനെ കണ്ട് സാഷ്ടാംഗം വീണ് പ്രാർത്ഥിച്ചു, കർത്താവേ, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. യേശു കൈനീട്ടി അവനെ തൊട്ടുകൊണ്ട് പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി ഉണ്ടാകട്ടെ. തൽക്ഷണം കുഷ്ഠരോഗം അവനെ വിട്ടുമാറി. യേശു അവനോട് പറഞ്ഞു, ഇക്കാര്യം നീ ആരോടും പറയരുത്. പോയി നിന്നെ തന്നെ പുരോഹിതന് കാണിച്ചു കൊടുക്കുകയും മോശ കൽപ്പിച്ചതനുസരിച്ച് ജനങ്ങൾക്ക് സാക്ഷ്യത്തിനായി ശുദ്ധീകരണ കാഴ്ചകൾ സമർപ്പിക്കുകയും ചെയ്യുക. എന്നാൽ യേശുവിൻ്റെ കീർത്തി പൂർവാധികം വ്യാപിച്ചതേയുള്ളൂ. അവൻ്റെ വാക്ക് കേൾക്കുന്നതിനും രോഗശാന്തി നേടുന്നതിനും വേണ്ടി
വളരെ ആളുകൾ തിങ്ങിക്കൂടി. അവനാകട്ടെ വിജനപ്രദേശങ്ങളിലേക്ക് പിൻവാങ്ങി അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. സുവിശേഷ വചനങ്ങൾ നമ്മുടെ പാപങ്ങൾ മായ്ച്ചു കളയട്ടെ. ആദ്യത്തെ വായനയിൽ യോഹന്നാൻ ശ്ലീഹ ഇന്ന് വിശ്വാസത്തിൻ്റെ പ്രാധാന്യമാണ് നമ്മെ അനുസ്മരിപ്പിക്കുക. സ്നേഹത്തിൻ്റെ വലിയ പ്രാധാന്യം നമ്മെ അനുസ്മരിപ്പിച്ച യോഹന്നാൻ ശ്ലീഹ ഇന്ന് നമ്മളോട് പറയുക, ലോകത്തിൻ്റെ മേലുള്ള വിജയം നമ്മുടെ വിശ്വാസമാണ്. യേശു ദൈവപുത്രനാണെന്ന് വിശ്വസിക്കുന്നവനാണ് ലോകത്തെ ജയിച്ചവൻ. ലോകത്തിലെ എല്ലാ ദുഃഖ ദുരിതങ്ങളുടെയും മേലുള്ള നമ്മളുടെ വിജയം യേശു ദൈവപുത്രനാണെന്നുള്ള വിശ്വാസമാണ്. അതുവഴി നിത്യജീവൻ ലഭിക്കും. കാരണം ദൈവപുത്രനിലാണ് നിത്യജീവൻ. ഈ ഒരു ബോധ്യം എപ്പോഴും നമ്മെ ഭരിക്കണം. അതുകൊണ്ട് വിശ്വാസത്തിൽ ആഴപ്പെടുവാൻ നമുക്ക് സാധിക്കുക. പ്രാർത്ഥനയിലൂടെ വിശ്വാസത്തെ വളർത്താൻ നമുക്ക് സാധിക്കും. യേശുവിൻ്റെ സുന്ദരമായ മാതൃക, ഒത്തിരി തിരക്കേറിയ ജീവിതത്തിൻ്റെ ഇടയിൽ ഏകാന്തതയിലേക്ക് പോയി അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഈ പ്രാർത്ഥനയിൽ വളരുന്നതനുസരിച്ച് വിശ്വാസത്തിൽ നമുക്ക് ആഴപ്പെടാൻ സാധിക്കുമെന്ന് നാം എപ്പോഴും ഓർമ്മിക്കുക. പ്രിയ സഹോദരരെ, ഈ ബലിയോടൊപ്പം നമ്മുടെ എല്ലാ യാചനകളും കർത്താവിൻ്റെ തിരുമുമ്പിൽ സമർപ്പിക്കാം. കാരുണ്യവാനായ ദൈവമേ, അങ്ങയുടെ സഭയെ നയിക്കുന്ന ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പയെയും മറ്റെല്ലാ സഭാ നേതാക്കന്മാരെയും അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ദൈവമേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ വരദാനം നൽകി വിശ്വാസത്തിൽ ആഴപ്പെടുവാനും പ്രാർത്ഥനയിൽ ജാഗ്രതയുള്ളവരാകാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ദൈവമേ, ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന ജോളിയെ സമർപ്പിക്കുന്നു. അങ്ങയുടെ സ്നേഹത്തിൽ ഇനിയും അങ്ങയുടെ പ്രിയദാസനെ കാത്തു പാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ദൈവമേ, അങ്ങയ്ക്ക് നന്ദി പറയുന്ന സന്തോഷിന്റെ കുടുംബത്തെയും പ്രത്യേകം സമർപ്പിക്കുന്നു. അങ്ങയുടെ അനുഗ്രഹങ്ങൾ ഇനിയും അനുഭവിക്കാൻ ആ കുടുംബത്തെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ദൈവമേ, ഞങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞു പോയ ജേക്കബ് ഡാനി, സണ്ണി ജോസഫ്, മേരി അഗസ്റ്റിൻ എന്നിവർക്ക് അങ്ങയുടെ തിരുമുഖ ദർശന ദീപ്തി നൽകി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ദൈവമേ, ഞങ്ങളെല്ലാ അധ്വാനങ്ങളും ഫലമണിയാൻ അനുഗ്രഹിക്കണമേ. തൊഴിലില്ലായ്മ മൂലം ദുരിതമനുഭവിക്കുന്ന എല്ലാവർക്കും സമൃദ്ധമായ പണി ലഭിക്കാനും മത്സ്യബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് സമൃദ്ധമായ മത്സ്യസമ്പത്ത് ലഭിക്കാനും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ദൈവമേ, അങ്ങയുടെ പ്രിയ മക്കളെ കൊറോണ രോഗബാധയിൽ നിന്നും പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും മറ്റെല്ലാ തിന്മകളിൽ നിന്നും കാത്തുപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമ്മുടെ പ്രത്യേകമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, ഞങ്ങൾ അർപ്പിക്കുന്ന എല്ലാ പ്രാർത്ഥനകളും അങ്ങ് കാരുണ്യപൂർവ്വം സ്വീകരിക്കണമേ. അങ്ങേ കൂടാതെ ഒന്നും ചെയ്യുവാൻ സാധ്യമല്ലാത്ത ഞങ്ങൾക്ക് അങ്ങ് തന്നെ താങ്ങും തണലുമായിരിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥനകൾ കേട്ടുള്ളണമേ. ആമേൻ. തിരുമുൽക്കാഴ്ചയുമാ തവ സവിധേ ഞങ്ങളണയുന്നു.
വീണകളകറ്റി ഹൃദയമൊരുക്കി നിർമ്മലമായൊരു മനസ്സോടെ നാഥ തിരുമുൽ കാഴ്ചയുമാ തവ സവിധേ ഞങ്ങളണയുന്നു. ഞങ്ങൾ തൻ തൂവേർപ്പിൻ മുത്തുകളും നന്മതൻ പൂക്കളും ഫലങ്ങളും നിൻ മുൻപിലർപ്പണം ചെയ്തിടുന്നു. സ്വീകരിക്കണമേ സ്നേഹമോടെ. പ്രിയ സഹോദരരെ, നമ്മൾ അർപ്പിക്കുന്ന ഈ ബലി കാരുണ്യവാനായ ദൈവത്തിന് സ്വീകാര്യമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെ അവിടുത്തെ തിരുസഭ മുഴുവന്റെ നന്മയ്ക്കുമായി നമ്മുടെ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, അങ്ങേ ജനത്തിന്റെ കാഴ്ചദ്രവ്യങ്ങൾ പ്രീതിപൂർവം സ്വീകരിക്കണമേ. ഭക്തി പുരസ്സരമുള്ള വിശ്വാസത്താൽ ഞങ്ങൾ പ്രഖ്യാപിക്കുന്നവ സ്വർഗീയ കൂദാശകളാൽ സ്വന്തമാക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടുകൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവും അത്രേ. സർവേശ പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. അവിടുന്ന് വഴി ഞങ്ങളുടെ വീണ്ടെടുപ്പിൻ്റെ വിനിമയം പ്രസ്പഷ്ടമായി. എന്തെന്നാൽ അവിടുത്തെ വചനം ഞങ്ങളുടെ ബലഹീനത സ്വീകരിച്ചപ്പോൾ മാനുഷിക നശ്വരത നിത്യബഹുമതിയിലേക്ക് കടക്കുക മാത്രമല്ല, വിസ്മരണീയമായ ഈ പങ്കാളിത്തത്താൽ ഞങ്ങളും നിത്യരായി ഭവിക്കുകയും ചെയ്തു. ആകയാൽ മാലാഖമാരുടെ ഗായക സംഘത്തോടൊപ്പം ആഹ്ലാദഭരിതരായി അങ്ങയെ പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങൾ ആലപിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ. ദൈവം പരിശുദ്ധൻ. നിരുപമമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും പിൻബലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോരേറ്റം ധന്യരുമാ. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഇവ ഞങ്ങൾക്കായി ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുത്തെ കൽപ്പനയനുസരിച്ചാണല്ലോ
ഈ ദിവരഹസ്യങ്ങൾ ഞങ്ങൾ കൊണ്ടാടുന്നത്. ക്രിസ്തുനാഥൻ ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് പിതാവായ അങ്ങയ്ക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവൻ. എന്തെന്നാൽ ഇത് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്തകാലം കഴിഞ്ഞ് സനാതനവുമായി